ഓണവിപണിയെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നിലപാട്, സർക്കാർ ജീവനക്കാർക്ക് ബോണസ്, ഉത്സവ ബത്ത എങ്ങനെ ഒക്കെ കൊടുത്ത് മുന്നേറുന്നു, ഓണം അഡ്വാൻസ്, ഇതൊക്കെ അതായത് ഇതുവരെ എല്ലാ ഓണത്തിനും എങ്ങനെയായിരുന്നു അതുപോലെയുള്ള എല്ലാ സഹകരണത്തോടും കൂടി സർക്കാരും സർക്കാർ ജീവനക്കാരെ ചേർത്ത് നിർത്തി മുന്നേറുന്ന സാഹചര്യം. അപ്പോഴും നമുക്ക് നമ്മുടെ സമൂഹത്തിലെ മറ്റ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു. ഒന്നാമത് എനിക്ക് സുഹൃത്തുക്കളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കാനുള്ളത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ പറ്റിയാണ്. 2 മാസമായി ഉച്ചക്കഞ്ഞിക്കുള്ള സർക്കാരിൻ്റെ അലോട്ട്മെന്റ് കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ പ്രധാനാധ്യാപകർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കുകയോ അതുമല്ലെങ്കിൽ മറ്റധ്യാപകരോട് കടം വാങ്ങുകയോ അതുമല്ലെങ്കിൽ പുറത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ കടമായിട്ടോ ഒക്കെ സംഘടിപ്പിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം അതൊന്ന് കണക്ക് കൂട്ടുമ്പോൾ ഈ ഉച്ചക്കഞ്ഞിയാണോ, അതായത് സർക്കാർ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത്. അത് 10ാം ക്ലാസ് വരെ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് പോകട്ടെ. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമല്ല, താല്പര്യമുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഉച്ചക്കഞ്ഞി കുടിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സഹകരണ മനോഭാവം, കൂട്ടായ്മ, ഇതൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ സഹായകമാണ് ഉച്ചക്കഞ്ഞി പദ്ധതി. വിശപ്പടക്കുന്നു എന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട ഭക്ഷണമായിരിക്കും പലർക്കും. അതായത് ആഴ്ചയിൽ 1 മുട്ട, അതുപോലെ തന്നെ 150 ml പാല് 2 ദിവസം. ഇതാണ് ഉച്ചക്കഞ്ഞിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ 1 മുട്ട. അതായത് നമ്മൾ ഓർക്കണം, എവറിഡേ ഒരു കുട്ടിക്ക് ഒരു മുട്ട കഴിക്കാനുള്ള പ്രായമായാൽ ആ പ്രായമായതിന് ശേഷം 1 മുട്ട, ഒരു ദിവസം 1 മുട്ടയെങ്കിലും കൊടുത്തിരിക്കണമെന്നാണ് ഡയറ്റീഷ്യൻസ് ആവശ്യപ്പെടാറുള്ളത്. അതും ഹാർഡ് ബോയിൽഡ് ആയിരിക്കരുത് എന്നും പറയാറുണ്ട്. അപ്പോൾ 1 മുട്ട, അതുപോലെ തന്നെ അത്യാവശ്യം പാല്, ഇതൊക്കെ കുട്ടിയുടെ നോർമലായിട്ടുള്ള വളർച്ചയ്ക്ക്, ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ സ്കൂൾ ഒരു പക്ഷേ വീട്ടിലാണെങ്കിൽ മുട്ട കഴിക്കാനേ പറ്റില്ല, പാല് കുടിക്കാനേ പറ്റില്ല എന്നുള്ളതിന് ഉദാഹരണമുണ്ട്. ഞാനൊരു വലിയ കുടുംബശ്രീ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, കേന്ദ്ര മന്ത്രാലയത്തിന്റെ, ശാസ്ത്ര മന്ത്രാലയത്തിന്റെ. അപ്പോൾ ഞാൻ പോയ ഡയറി ഫാം നടത്തുന്ന കുടുംബശ്രീകൾ, അതായത് 10ഓ 15ഓ ഒക്കെ പശുക്കൾ കാണും. അങ്ങനെയുള്ള കുടുംബശ്രീ കൂട്ടായ്മകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരാരും പാലൊഴിച്ച് കാപ്പിയോ ചായയോ കുടിക്കാറില്ല. അയ്യോ അതെന്താ, നിങ്ങൾക്ക് പശു കൃഷിയല്ലേ, എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ആ പാലങ്ങനെ അളന്ന് കടയിൽ കൊടുത്താലേ ഞങ്ങളുടെ ബാക്കി ചെലവുകളൊക്കെ നടന്നു പോകുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടി പാലെടുക്കാറില്ല. അങ്ങനെ പറയുന്ന ഒരു നാടാണ് കേരളം പോലും എന്ന് ഓർക്കണം. എല്ലാവരും നാം വിചാരിക്കുന്നത് പോലെ ബ്ലൂ ബ്ലഡ് ഇൻ വെയിൻസും ബ്ലൂ സ്പൂൺ ഇൻ മൗത്തുമായിട്ട്, അതായത് വെള്ളിക്കരണ്ടി മൗത്തിലും നീല രക്തം ഞരമ്പുകളിലുമായിട്ട് ജനിച്ച പണക്കാരല്ല. വളരെ സാധാരണക്കാരുള്ള നാടാണ് കേരളം. അപ്പൊ അങ്ങനെ സാധാരണക്കാരുള്ള നാട്ടില് ഈ പറയപ്പെട്ട പാല്, മുട്ട എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് പല കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആഴ്ചയിൽ 1 മുട്ട, അതുപോലെ തന്നെ 150 ml വീതം 2 ദിവസം പാല് എന്നൊക്കെ പറയുന്നത് അനിവാര്യമായിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കേണ്ടതാണ് അവരുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക്. നമുക്കറിയാമല്ലോ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ. അതായത് ബുദ്ധിയും ആരോഗ്യവും ഒന്നിച്ചാണ് വളരുന്നത്, ഒന്നിച്ചാണ് പോകുന്നത്. അപ്പം ബുദ്ധിയുള്ള കുട്ടികൾ, ആരോഗ്യമുള്ള കുട്ടികൾ, ഇത് രണ്ടും ഒന്നിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഉച്ചഭക്ഷണ പദ്ധതി തന്നെ പിന്നെ കേന്ദ്ര ഗവൺമെന്റ്, അതായത് തുടങ്ങിയത് തമിഴ്നാട്ടിലാണ്, പക്ഷെ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വന്നു, കേന്ദ്രം അത് ഏറ്റെടുത്തു. അങ്ങനെ സാർവത്രികമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി ഇത് വളരെ നിഷ്കർഷയോടെ, അതായത് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഇത് വലിയ പ്രതിസന്ധിയിലായിരുന്നു. പ്രധാനാധ്യാപകരാകാൻ വേണ്ടി അധ്യാപകർ തയ്യാറല്ലായിരുന്നു. കാരണം അവരുടെ പോക്കറ്റിൽ, അല്ലെങ്കിൽ അവർ ധർമ്മം അന്വേഷിച്ച് നടക്കണം, ആര് തരും 4 കാശ ഈ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ. അത്രയ്ക്ക് ദുസ്ഥിതിയിലായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ്. അതൊക്കെ കുറച്ച് കോടതിയൊക്കെ ഇടപെട്ട് അവസാനം അതൊക്കെ കുറച്ച് മാറി ആണ് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് വന്നത്. ഇതും 2 മാസം മുൻപ് കോടതി ഇടപെട്ടതാണ്, കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പറഞ്ഞു. അങ്ങനെ കുടിശ്ശിക തീർത്തു. പക്ഷെ ഇപ്പോൾ വീണ്ടും 2 മാസത്തെ കുടിശ്ശിക കിടക്കുകയാണ്. അതുകൊണ്ട് പ്രധാനാധ്യാപകർ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതായത് മറ്റേതൊരു ജനവിഭാഗത്തെ ഒരു ഗവൺമെന്റ് തഴഞ്ഞാലും കുരുന്നുകളെ തഴയാൻ പാടില്ല. അത് മാത്രവുമല്ല, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിലെ 2ാമത്തെ 2030 ആകുമ്പോഴത്തേക്കും എല്ലാ രാജ്യങ്ങളും നേടേണ്ടതാണ് 17 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. അതിലെ 2ാമത്തെ ലക്ഷ്യമാണ്
പോഷക ദാരിദ്ര്യമില്ലാത്ത മനുഷ്യജീവിതം. അപ്പോൾ പോഷക ദാരിദ്ര്യമില്ലാത്ത മനുഷ്യജീവിതത്തിലേക്ക് ഇന്ത്യക്ക് ഇനിയും ഒരുപാട് അടുക്കേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞിക്കുള്ള കാശ് പോലും കൊടുക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ. അത് എത്ര ദുഃഖകരമായ, ലജ്ജാകരമായ, ദുഃഖകരം എന്നല്ല പറയേണ്ടത്, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പരിപാടിക്ക് പണം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. തിരുവോണം ആഘോഷിക്കുന്നതിനേക്കാളും വിപണിയെ സഹായിക്കുന്നതിനേക്കാളും ഒക്കെ പ്രധാനമാണ് ഈ കാര്യത്തിന് സഹായം ചെയ്യുക എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളികൾക്ക് 14 മാസമായി പെൻഷൻ കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ നിർമ്മാണ തൊഴിലാളികൾ ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലത്ത് കൃത്യമായിട്ട് അവരുടെ ഫണ്ട് കൊടുക്കുന്നുണ്ട്, അവരുടെ പങ്ക്, അവർക്കുള്ള പെൻഷൻ സ്കീമിലേക്കുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നവർക്കാണ് 14 മാസമായിട്ട് പെൻഷൻ കുടിശ്ശികയായിട്ട് കിടക്കുന്നു എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ എന്താ പറ്റുന്നത്? നമ്മുടെ CAG റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, സർക്കാരിന്റെ ഏത് വകുപ്പിലേക്ക് വരുന്ന ഫണ്ടും അത് വകമാറ്റി ചെലവഴിക്കുക, അതൊരു ശീലമായി തീർന്നിരിക്കുകയാണ് സർക്കാരിന്റെ. അങ്ങനെ ആ ശീലമായതിന്റെ ഭാഗമായിട്ടാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന്റെ കയ്യിലുള്ള ഫണ്ടും അതുപോലെ തന്നെ തിരിമറി നടത്തുക വെച്ചാൽ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന പ്രകാരം മറ്റു മേഖലകളിലേക്ക് ചെലവഴിച്ചിട്ടായിരിക്കണമല്ലോ അവിടെ ഫണ്ടിന്റെ ഷോർട്ടേജ് വരുന്നത്. ആ ഷോർട്ടേജ് നികത്തി അവർക്കും 14 മാസത്തെയാണ് അവർക്ക് കിടക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു മേഖല നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഈ തിരുവോണം അടുത്ത് എല്ലാവരും ഉത്സവ തിമിർപ്പിലാകുമ്പോഴാണ് അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം മേഖലകളെ നാം ഓർക്കേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും. അതായത് മൂന്നാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ. ആരാണിപ്പോൾ മണ്ണെണ്ണ ഉപയോഗിക്കുന്നത്? ഇലക്ട്രിസിറ്റി കിട്ടാത്ത കുടുംബങ്ങൾ, അതായത് ഒരു സ്വന്തമായിട്ട് നല്ലൊരു വീടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങൾ മണ്ണെണ്ണ വേണം. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് മണ്ണെണ്ണ വേണ്ടത്, മണ്ണെണ്ണ ഉപയോഗിച്ച് പെർമിറ്റോടുകൂടി കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ്. ഇപ്പൊ നമുക്കറിയാം, കേരള തീരത്ത് തിരുവനന്തപുരത്ത് അറ്റ്ലീസ്റ്റ് വിഴിഞ്ഞം പദ്ധതി വന്നതോടുകൂടി എത്രയോ 1000 മത്സ്യത്തൊഴിലാളികളാണ് തൊഴിൽ രഹിതരായി കണ്ണീരുമായി നടക്കുന്നത്. അങ്ങനെ കണ്ണീരുമായി നടക്കുന്നവർക്ക് എപ്പോഴെങ്കിലും, അതായത് ഈ മുതലപ്പൊഴിയിലൊക്കെ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ കാണുമ്പോൾ ഭയം കാണും കടലിലേക്ക് ഇറങ്ങാൻ. എങ്കിൽ പോലും ധൈര്യമായിട്ട്, കാരണം കഞ്ഞി കുടിക്കണമല്ലോ, അതിനുവേണ്ടി ധൈര്യമായിട്ട് ഇറങ്ങുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികൾക്ക് മണ്ണെണ്ണ അത്യാവശ്യമാണ്. ആ മണ്ണെണ്ണ ഇപ്പൊ എത്ര മാസമായി മണ്ണെണ്ണ കിട്ടാതെയായിട്ട്? 6 മാസമായി അവർക്ക് മണ്ണെണ്ണ കിട്ടാതെയായിട്ട്. അപ്പൊ മണ്ണെണ്ണ കിട്ടാതെയായിട്ട് 6 മാസമായി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാര്, ഒരു മന്ത്രി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മന്ത്രിയാണ് ശ്രീ സുരേഷ് ഗോപി. അപ്പോൾ ശ്രീ സുരേഷ് ഗോപിയുടെ വകുപ്പാണ് മണ്ണെണ്ണയും മറ്റതുപോലെയുള്ള പെട്രോൾ, ഡീസൽ മുതലായ എല്ലാ ഇന്ധനങ്ങളും വരുന്ന മേഖല. അതുപോലെ ഫിഷറീസ് മേഖല, അതും കേരളത്തിൽ നിന്നുള്ള മന്ത്രി ജോർജ് കുര്യന്റെ വകുപ്പാണ്. അപ്പൊ ഈ 2 മന്ത്രിമാരുടെയും വകുപ്പ് തന്നെയാണ് ഈ പറയപ്പെട്ട പ്രശ്നബാധിതമായ മണ്ണെണ്ണ വകുപ്പും ഫിഷറീസും. ഫിഷറീസാണ് ഇരകൾ, വേട്ടക്കാരാണെങ്കിൽ ഇന്ധന വകുപ്പുമാണ്. അപ്പൊ ഈ ഇന്ധന വകുപ്പും ഫിഷറീസ് വകുപ്പും കൂടി ചേർന്ന് ഇവിടുത്തെ ഈ പ്രശ്നം അത്യന്താപേക്ഷിതമായിട്ടും തണുപ്പിക്കേണ്ടതാണ്, ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. മണ്ണെണ്ണയുടെ വിഹിതം തന്നെ വളരെ വർദ്ധിപ്പിക്കേണ്ടതാണ്. കാരണം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ മത്സ്യബന്ധനത്തിന് ഒട്ടും തികയില്ല. വലിയ തരത്തിൽ വലിയ വില കൊടുത്താണ് അവർ ബ്ലാക്കിൽ മണ്ണെണ്ണ വാങ്ങിക്കുന്നത്. അതേ സമയത്ത് സർക്കാർ തന്നെ നേരിട്ട് ഇടപെട്ടാണ് തമിഴ്നാട്ടിലൊക്കെ മത്സ്യബന്ധനത്തിന് ചീപ്പ് റേറ്റ്, സബ്സിഡൈസ്ഡ് റേറ്റിൽ മണ്ണെണ്ണ കൊടുക്കുന്നത്. തമിഴ്നാടൊക്കെ ചെയ്യുന്നത് പോലെ ആ സബ്സിഡൈസ്ഡ് റേറ്റിൽ ഇവിടെ മത്സ്യബന്ധനക്കാർക്ക് ആവശ്യത്തിന് മണ്ണെണ്ണ എത്തിച്ചു കൊടുക്കാനുള്ള ചുമതല സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. ഈ 2 മന്ത്രിമാരെയും കൂടെ ഇരുത്തി ചർച്ച ചെയ്ത് എത്രയും വേഗം ഈ മണ്ണെണ്ണയുടെ ഷോർട്ടേജ് പരിഹാരം കാണേണ്ടത് ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതുപോലെ 4ാമത് ഒരു പ്രശ്നവും കൂടി നമുക്കിവിടെ ഓർക്കാനുള്ളത് പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ കാര്യമാണ്. പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾ 2 വർഷമായി അവരുടെ വിദ്യാഭ്യാസം തന്നെ മുരടിച്ചു നിൽക്കുകയാണ്. എന്താ കാര്യം? അവർക്ക് കൊടുക്കേണ്ട ഹോസ്റ്റൽ ഫീ കൊടുക്കുന്നില്ല ഗവൺമെന്റ്, യൂണിഫോം അലവൻസ് കൊടുക്കുന്നില്ല, ട്യൂഷൻ ഫീയും കൊടുക്കുന്നില്ല. ഇത് 3ഉം ഗവൺമെന്റ് കൊടുത്താൽ മാത്രമേ ഏതേത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും പട്ടിക വർഗ വിദ്യാർത്ഥികൾക്ക് പഠനം സാധ്യമാകും.
നമ്മൾ കേട്ടു പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് പോലും നമ്മുടെ കോർപ്പറേഷനിൽ തന്നെ അല്ലാത്തവർ പട്ടികവർഗക്കാരുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഫണ്ട് മോഷണം നടത്തുന്ന ഒരുപാട് പരമ്പര കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് പട്ടികവർഗ വിദ്യാർത്ഥികൾ 2 വർഷമായിട്ട് അവരുടെ വിദ്യാഭ്യാസം തുടരാൻ സാധ്യമല്ലാതെ കഴിയുന്നത്. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ മെഡിക്കൽ രംഗം, കാത്ത് ലാബ് ഒരെണ്ണം പൂട്ടിപ്പോയിട്ട് വളരെ നാളുകളായി. അതുപോലെ സമസ്ത മേഖലകളിലും മെഡിക്കൽ രംഗത്ത് പ്രശ്നങ്ങളാണ്. പലവിധ പകർച്ചവ്യാധികൾ വന്നും പോയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ രംഗത്തെ പറ്റി പറയാതിരിക്കുകയാണ് നല്ലത്. കാരണം സമസ്ത മേഖലകളും ഇരുളടഞ്ഞു കിടക്കുകയാണ്, രോഗാതുരമായി കിടക്കുകയാണ് ആരോഗ്യ മേഖലയുടെ. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ ഇരിക്കെ ഇതിനൊന്നും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയാതെ ഗവൺമെന്റ് ഓണത്തിന് സർക്കാർ ജീവനക്കാരെ മാത്രം ചേർത്ത് നിർത്തി ബാക്കിയുള്ളവരെയൊക്കെ ഓടിപ്പോ മാറിപ്പോകൂ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന രീതി ഒരിക്കലും ശരിയല്ല. സർക്കാർ ജീവനക്കാർക്കുള്ളത് അവർക്ക് കൊടുക്കുക. പക്ഷെ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, ഞാൻ ആദ്യം സൂചിപ്പിച്ച 4 വിഭാഗത്തിൽപ്പെട്ടവരും പ്രയോറിറ്റി വിഭാഗക്കാരാണ്, മുൻഗണനാ വിഭാഗക്കാരാണ്. ഈ മുൻഗണനാ വിഭാഗക്കാരുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുത്തിട്ട് മാത്രമേ ഒരു LDF ഗവൺമെന്റ് മറ്റെങ്ങോട്ടും തിരിയാൻ പാടുള്ളൂ. അവർക്ക് അടുത്ത ഇലക്ഷന് ഈ 13 ലക്ഷം വോട്ട് കിട്ടുക എന്നുള്ളതാണോ പ്രധാനപ്പെട്ട അതോ ഈ പാവപ്പെട്ട മനുഷ്യരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4 വിഭാഗത്തിലും പെട്ട താഴെ തട്ടിലുള്ളവർ, അവരെ ചേർത്ത് നിർത്തുകയാണോ ആവശ്യമെന്ന് ആലോചിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും.